നന്നായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അല്ലേ? ആ ഈ പ്രായത്തിലൊരു സിനിമയൊക്കെ എടുക്കാൻ അങ്ങനെ ആർക്കും പറ്റുമൊന്നുമില്ല. അതിനൊരു പ്രത്യേക കഴിവ് തന്നെ വേണം. കൊള്ളാല്ലേ അച്ഛാ? പ്രേതം ഒരു വലിയ നുണയാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ വെറും ഫാന്റസി. അത് കണ്ട് ആസ്വദിക്കാനോ പേടിക്കാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. സോറി. കൊള്ളാടാ, ചെറുതാണെങ്കിലും ഒരു ഡയറക്ടറാവാൻ പറ്റുമെന്ന് നീ തെളിയിച്ചില്ലേ? എന്ന് പറഞ്ഞാൽ പഠിത്തത്തിൽ ഉഴപ്പരുത്. എൻട്രൻസ് സീരിയസ് ആയിട്ട് എടുക്കണം, കേട്ടല്ലോ? വാ കഴിക്കാം. മോനെ ഇവന്റെ കാര്യം നീ നോക്കണ്ട. ഇവൻ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഇവന്റെ അപ്പനമ്മ ഞങ്ങളായതുകൊണ്ട് ഏതെങ്കിലും കോളേജിൽ ഇവന് സീറ്റ് കിട്ടും. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല. ശരിയാ, എൻ്റെ കാര്യം അങ്ങനെയല്ല എന്ന് കരുതി സുജി അങ്ങനെ പറയുന്നത് തെറ്റാ. അവൻ എന്നെ പോലെയല്ല, പഠിക്കാൻ മിടുക്കന്. റിസർവേഷൻ ഇല്ലെങ്കിലും ഏത് കോളേജിലും അഡ്മിഷൻ കിട്ടും. പക്ഷേ സാമൂഹിക പശ്ചാത്തലം കാരണം ഒട്ടും അപ്രീസിയേഷൻ കിട്ടാത്തതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും അവനെ ഹാപ്പി ആവാൻ അത് മതി. നീ നന്നായിരുന്നു. ഡയലോഗ്സ് ഒന്നും ഇല്ലെങ്കിലും നിന്റെ എക്സ്പ്രഷൻസ് സൂപ്പറാ. പക്ഷേ എനിക്കത് പോരാ. എടാ, നമുക്ക് നാളെ തന്നെ സ്കൂളിൽ എല്ലാരും കാണിക്കണം. വേണ്ട, ഇതാരും കാണണ്ട. എന്താടാ, എല്ലാവർക്കും ഇഷ്ടമല്ലോ. അവരെൻ്റെ അറ്റംപ്റ്റിനെയാണ് കോംപ്ലിമെന്റ് ചെയ്തത്, ഷോർട്ട് ഫിലിമിനല്ല. എൻ്റെ സിനിമ കണ്ട് എല്ലാവരും പേടിക്കണം, ക്ലൈമാക്സ് പോയിന്റിൽ ഞെട്ടണം. ആരെങ്കിലും ഞെട്ടിയോ? ഇത് RGV സിനിമയിലെ സീനായിരുന്നെങ്കിൽ നീ എന്തായിരിക്കും പറയാ? ആ ലെവലൊന്നും ഇല്ല, പക്ഷെ ഓക്കെയാണ്. ആ ലെവല് വേണം. നമുക്കിതൊന്നുകൂടി ചെയ്യാം. എടാ, അതൊക്കെ വേണോ? ഇതാരും മോശം പറയില്ല, വെറുതെ മെനക്കേടാവും. ഒരൊറ്റ നിമിഷം കൊണ്ട് പൊട്ടിമുളയ്ക്കുന്നവരല്ല മാസ്റ്റേഴ്സ്. നിരന്തര പ്രാക്ടീസാണ് ഒരാളെ ഫീൽഡ് എക്സ്പേർട്ട് ആക്കുന്നത്. ഏത് ഫീൽഡിലും ഒരു ലെവൽ ഓഫ് മാസ്റ്ററി അച്ചീവ് ചെയ്യണമെങ്കിൽ മിനിമം 10,000 മണിക്കൂറെങ്കിലും പ്രാക്ടീസ് വേണമെന്നാണ് കണക്ക്. നമ്മളൊക്കെ മണ്ണപ്പം ചുട്ട് കളിക്കുന്ന പ്രായത്തിൽ 8mm ക്യാമറയിൽ ഷോർട്ട് ഫിലിം എടുത്ത് നടന്നവരാ സ്പിൽബർഗും ശ്യാമളനും ഒക്കെ. കാരണം അവർ ജനിച്ചതങ്ങ് US, നമ്മൾ ഇന്ത്യയിലും. പിന്നെ എങ്ങനെ അവർ മാസ്റ്റേഴ്സ് അല്ലാതാവും? ഇവിടെ 5ാം ക്ലാസ്സിൽ ഫിലിം മേക്കർ ആവണമെന്ന് സ്വപ്നം കണ്ട ഞാൻ എൻ്റെ ആദ്യ ഷോർട്ട് ഫിലിം ഇറക്കുന്നത് +1. എനിക്ക് വെറും ഒരു ഫിലിം മേക്കർ ആയാൽ പോരാ സുചി, എൻ്റെ ഫീൽഡിലെ ബെസ്റ്റ് ആകണം. ദി ബെസ്റ്റ് ഹൊറർ ഫിലിം മേക്കർ മലയാളം സിനിമ ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ്. റീഷൂട്ട് ചെയ്യാം. എടാ വിനീത, തടസ്സങ്ങൾ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും പെർഫെക്ഷന് വേണ്ടി വാശി പിടിക്കരുത്. പിടിക്കും. ഉള്ള സൗകര്യവും ബഡ്ജറ്റും വെച്ചിട്ട് നീ എങ്ങനെയും ഷൂട്ട് ഇറക്ക്. അതാണ് സംവിധായകന്റെ കടമ. തൽക്കാലം ഞാൻ ആ കടമ നിർവഹിക്കുന്നില്ല. എനിക്ക് HD ക്യാമറ തന്നെ വേണം 2 ദിവസത്തേക്ക്. അങ്ങനെയാണെങ്കിൽ 9,000 രൂപ ആവും. എന്റെ കയ്യിലില്ല. എറണാകുളത്തുനിന്ന് റെന്റിന് എടുക്കാം. എപ്പോ? റെന്റ് റെഡിയാക്കാൻ ചെറിയൊരു സാവകാശം വേണം. അടുത്ത വിഷു കൈനീട്ടം കിട്ടണം. പിന്നെ അതുവരെയുള്ള എൻ്റെ ഓട്ടോ ചാർജ്, സിനിമ ടിക്കറ്റ്, മൊട്ടപ്പസ്, ജീരക സോഡ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ സേവിങ്സ്. ഓക്കെ, നിനക്ക് എത്ര സമയം വേണം? 1 ആഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 4 ആഴ്ച? കട്ട്. ഐ ലൈക്ക് ഇറ്റ്. സുനിലേട്ടനെ നീ ഞെട്ടിക്കോ? നിങ്ങൾ കേട്ടുന്നത് നിങ്ങൾ തന്നെ കണ്ടു. ജസ്റ്റ് ഫോർ റെക്കോർഡ്സ്. അവൻ ഊതി വീർപ്പിക്കുന്ന ആക്രാന്തം കണ്ടാലറിയാം ആ ബലൂൺ പൊട്ടും, സുനിലേട്ടൻ ഞെട്ടും. അത് രണ്ടും ഒരേ സമയം സംഭവിക്കും. The moment is here. എന്റെ കാൽക്കുലേഷൻസ് ഒക്കെ റോങ് ആയിരുന്നു. ബലൂൺ പൊട്ടിയതുമില്ല, സുനിലേട്ടൻ ഞെട്ടിയതുമില്ല. നീ പേടിക്കണ്ട. സുനിലേട്ടൻ ബൈ നേച്ചർ ഇങ്ങനെയാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും സുനിലേട്ടൻ ഞെട്ടില്ല. ഐ ആം സിംപ്ലി ബിൽറ്റ് ദിസ് വേ. പൊട്ടും
പെട്ടെന്ന് പ്രതീക്ഷിച്ചത് വെള്ള ബലൂൺ, പൊട്ടിയത് റെഡ് ബലൂൺ. ബിൽഡപ്പ് ആൻഡ് മിസ് ഡയറക്ഷൻ, അഥവാ പ്രേക്ഷകരുടെ ശ്രദ്ധ തിരിച്ചുവിടൽ. എടാ ഇത് നേരത്തെ കണ്ടതല്ലേ? ചുമ്മാ ഒന്നുകൂടി കണ്ടു നോക്ക്. ഇതെന്തത് ഇങ്ങനെ? നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ബിൽഡപ്പ് ആൻഡ് മിസ് ഡയറക്ഷൻ, അതായിരുന്നു മിസ്സിംഗ്. ആ ഇനി നമുക്ക് 53 CD വാങ്ങണം, റൈറ്റ് ചെയ്യണം, ക്ലാസ്സിൽ വിതരണം ചെയ്യണം, എല്ലാവരും കാണണം. പക്ഷേ ഒരു 500 രൂപ കുറവുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് 10 പൈസ കിട്ടില്ല. വേണ്ട, ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ അച്ഛൻ തരും. അച്ഛാ, ശരിക്കും ഒരു സിനിമ കാണുന്ന പോലെ തന്നെയുണ്ട്. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇതിന്റെ CD ക്ലാസ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്കൊരു 500 രൂപ വരുമോ? കാശൊന്നും തരത്തില്ല, പക്ഷെ സിനിമ കൊള്ളാം അല്ലേ? കൊള്ളാം. ആ കൊള്ളാം അല്ലേ അച്ഛാ? അച്ഛാ 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 ഇത് CK പരമേശ്വരൻ, വയസ്സ് 75, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള, സിനിമകൾ കണ്ടിട്ടുള്ള സത്യാന്വേഷണിയായ മനുഷ്യൻ. ഇന്ന് എന്റെ സിനിമ കണ്ട് ചത്തു. ശ്വാസമുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. അച്ഛാ ചത്തിട്ടില്ല. ഒരു പ്രേതം വന്ന് മുന്നേ നിന്നാൽ പോലും പേടിക്കാത്ത മനുഷ്യനാണ് ആ അപ്പൂപ്പനെ. നീ കോമയിലാക്കി. നീ കഴിവ് തെളിയിച്ചു. ഇനി എൻട്രൻസ് ഒന്നും വേണ്ട, സിനിമ മതി. 12th കഴിഞ്ഞാൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷന് ഞാൻ ഒരു അഡ്മിഷൻ വാങ്ങിച്ചു തരും. അല്ലെങ്കിൽ നീ പഠിച്ചിട്ടൊരു കുന്തം ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാ 1000 രൂപയുണ്ട്. 50 അല്ല 100 CD വാങ്ങിച്ചു. എന്നിട്ട് എല്ലാരെയും പേടിപ്പിച്ച് കൊല്ല. ടീച്ചറെ, 5ാം ക്ലാസ്സിൽ ഫിലിം മേക്കർ ആവാൻ സ്വപ്നം കണ്ട ഞാൻ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം എടുത്തു തീർക്കാൻ +2 ആയി. അതായത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തേച്ച് മിനുക്കേണ്ട എൻ്റെ ലൈഫിലെ വിലപ്പെട്ട 60,000-ഓളം മണിക്കൂറുകൾ ഞാൻ വേസ്റ്റാക്കി. പക്ഷേ ഇനി ഞാൻ വേസ്റ്റാക്കില്ല. കമ്പനി, ഗോഡ് ഫാദർ, ചെകുത്താൻ. മനോജ് നൈറ്റ് ശ്യാമളൻ ആദ്യ സിനിമ ചെയ്യുമ്പോൾ 28 വയസ്സ്. RGV 28, സ്കോർസെസെ 25, സ്പിൽബർഗ് 24, വിനീത് മാധവൻ കോളേജ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ 21 വയസ്സ്. പിന്നെ സ്ക്രിപ്റ്റ് എഴുതി സിനിമ എടുക്കാൻ 1 വർഷം. അപ്പോൾ വിനീത് മാധവൻ 22, ദ യങ്ങസ്റ്റ് ഹിറ്റ് മേക്കർ ഓഫ് മലയാളം സിനിമ. പെർഫെക്റ്റ്. ഒരൊറ്റ നിമിഷം കൊണ്ട് പൊട്ടിമുളയ്ക്കുന്നവരല്ല മാസ്റ്റേഴ്സ്. സോ ഇനിയുള്ള 3 കൊല്ലം, അതായത് 26,280 മണിക്കൂറുകളും ഞാൻ എന്നെ തന്നെ തേച്ചു മിനുക്കും. എനിക്ക് വേറൊരു ഫിലിം മേക്കർ ആയാൽ പോരാ. ഐ വോണ്ട് ടു ബി ദ ബെസ്റ്റ്. കട്ട്. ഐ ലൈക്ക് ഇറ്റ്. ഹായ് വിനീത്, എനിക്ക് തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ഓഫർ വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആവും. താൻ എന്നെ കിട്ടിയാൽ തനിക്ക് ഗുണമുണ്ടാവും. എനിക്ക് നല്ല താല്പര്യമുണ്ട്. സോറി, എനിക്ക് താല്പര്യമില്ല. ഞാൻ കള്ളം പറഞ്ഞ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പത്തെ എൻ്റെ ഫോക്കസ് ഒരൊറ്റ കാര്യത്തിൽ മാത്രം. 22 വയസ്സിൽ എൻ്റെ ആദ്യ സിനിമ. 3 വർഷം, 3 ഷോർട്ട് ഫിലിംസ്, എല്ലാം വൈറൽ. ഓർക്കുട്ട് മാറി ഇപ്പോൾ ഫേസ്ബുക്കായി. എന്നിട്ടും അപ്പൂപ്പൻ എണീറ്റില്ല. പക്ഷെ എന്നെങ്കിലും എണീക്കുമ്പോൾ ആദ്യം കാണേണ്ടത് എൻ്റെ സോറിയാണ്. ആ 3 വർഷത്തിൽ ഹന പറഞ്ഞ പോലെ തന്നെ തമിഴിൽ പോയി സൂപ്പർ സ്റ്റാറായി. പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ. എൻ്റെ കോളേജ് കഴിഞ്ഞെങ്കിലും സുജിയുടെ കഴിഞ്ഞിട്ടില്ല. അവൻ മെഡിസിനാണ് പഠിക്കുന്നത്. റാങ്ക് ഹോൾഡറാ.
പക്ഷെ പതിവ് പോലെ നാട്ടുകാരെല്ലാവരും വിചാരിക്കുന്നത് അവന് റിസർവേഷനിൽ അഡ്മിഷൻ കിട്ടിയെന്നാണ്. എന്നത്തെയും പോലെ അവനത് അമർഷം ഉണ്ടാക്കുന്നുണ്ട്. സുജി ഒട്ടും ഹാപ്പിയല്ല.